ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 65 ഗോപീ സമാഗമം ശ്ലോകം 5. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠ ഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മാ ജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മുകുന്ദ കൃഷ്ണ, ദേവ അല്ലയോ ഭഗവാനെ, ഹാരം മാലയെ, നിദംബ ഭുവി അരക്കെട്ടിലും, കാഞ്ചീം അരഞ്ഞാൺ, കണ്ഠഭുവി കഴുത്തിലും, ധാരയന്തി ധരിക്കുന്നവളായി, ത്വാം അങ്ങയെ, സമാഗത പ്രാപിച്ച, കാചന ഒരു, മുക്തമുഖി മോഹനമുഖത്തോടു കൂടിയ ഗോപിക, ആത്മജഘനസ്യ തൻ്റെ നിദംബത്തിൻ്റെ, വിശേഷാത് ഹാരിത്വം പ്രത്യേകമായ മനോഹാരിതയെ, തുഭ്യം അങ്ങയോടായിക്കൊണ്ട്, വ്യക്തം സ്പഷ്ടമായി, ബഭാഷ ഇവ വിളിച്ചറിയിക്കുന്നതായി തോന്നി. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഹാരം നിദംബ ഭുവി, നിദംബ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭുവി എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. കാചന ധാരയന്തി, കാച്ച എന്നാണ്, കാചന ധാരയന്തി, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാഞ്ചീം ച കണ്ഠഭുവി, കണ്ഠ നാഠ എന്നാണത്, നന്നായിട്ട് ഊന്നി പറയണം. ഭുവി എന്നുള്ളതിൻ്റെ ഭൂന്ന് ഊന്നി പറയാനുള്ളതാണ്. ദേവ സമാഗത ത്വാം ഹാരിത്വം ആത്മജഘനസ്യ, അത് ചേർത്തിട്ട് ഹാരിത്വമാത്മജഘനസ്യ, മ എന്നുള്ളത് ത് മാന്ന് ചേർത്ത് ചൊല്ലണം. മ ജഘനസ്യ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മുകുന്ദ തുഭ്യം, ഭ്യം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്യക്തം വ്യ വ്യ എന്നുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വ്യക്തം തം എന്നുള്ളത് കാത്താന്നാണ്, ഒട്ടും ഊന്നണ്ട. ബഭാഷ, ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബഭാഷ ഇവ മുഗ്ധമുഖി, ഥ ഗ ഥ എന്നാണത്, മുഗ്ധ നന്നായിട്ട് ഊന്നി പറയണം. മുഖി എന്നുള്ളതിൻ്റെ ഖീന്നും ഊന്നി പറയാനുള്ളതാണ്. വിശേഷാത് അങ്ങനെ നിർത്താം. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. കാചിത് കുജേ പുനരസജ്ജിത കഞ്ജുളീകാ വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദിഭാരരാജ്യാഭിഷേകവിധയേ കലശീധരേവ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കാചിത് കുജേ പുനർ സജ്ജിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിർ അലക്ഷ്യമാണ ത്വാം ആയയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കാചിത് വേറൊരു ഗോപവനിത, പുന അലങ്കാരത്തിനു ശേഷം കുജേ മാറിൽ,
അസജ്ജിത കഞ്ചുളീക വസ്ത്രം ധരിക്കാതെ പരവധൂപി പരസ്ത്രീകളാൽ വ്യാമോഹത അലക്ഷ്യമാണ് സംഭ്രമം നിമിത്തം കാണപ്പെടാതെ നിരുപമ പ്രണയാദി ഭാരരാജ്യാഭിഷേക വിധയേ അത്യധികമായ പ്രേമാദിഭാരമാകുന്ന രാജ്യാഭിഷേക കർമ്മത്തിനായി കലശീധര ഇവ കുടം എടുത്തവൾ എന്ന പോലെ ത്വാം അങ്ങയെ ആയയൗ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കാജിത് കുജേ ച എന്നാണ്. പുനർ അസജ്ജിത കഞ്ചുളീക ചേർത്തിട്ട് പുനരസജ്ജിത കഞ്ചുളീക. സജ്ജിത എന്നുള്ളത് 2 ജ എന്നാണ്. സഞ്ചി അങ്ങനെയൊന്നും ആയിപ്പോവരുത്. കഞ്ചുളീക എന്നുള്ളതിൻ്റെ ഞാ ച എന്നാണ്. കഞ്ചുളീക. വ്യാമോഹത അവിടെ വിസർഗം. പരവധൂഭിർ അലക്ഷ്യമാണ അത് ചേർത്തിട്ടാണ്. പരവധൂഭിരലക്ഷ്യമാണ. വധു എന്നുള്ളതിൻ്റെ ധൂന്നും ഭീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വാമായയൗ. ത്വാം ആയയൗ അത് ചേർത്തിട്ടാണ്. ത്വാമായയൗ. നിരുപമ പ്രണയാദി ഭാര ചേർത്തിട്ട് നിരുപമ പ്രണയാദി ഭാര. ഭാര എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അവിടെ ചെറിയ വരട്ടിട്ടുണ്ട്. അടുത്ത ലൈനും ചേർത്ത് ചൊല്ലാനുള്ളതാണ്. നിരുപമ പ്രണയാദി ഭാര രാജ്യാഭിഷേക വിധയേ. രാജ്യാഭിഷേക ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിധയേ എന്നുള്ളതിൻ്റെ ഥാന്നും ഊന്നി പറയാനുള്ളതാണ്. കലശീധരേവ. കലശീധരേവ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാചിത് കുജേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദി ഭാരരാജ്യാഭിഷേക വിധയേ കലശീധരേവ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.